നമസ്കാരം. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നതിനിടയിലും അവിടെയുള്ള ഇന്ത്യക്കാർ നേരിടുന്ന പ്രശ്നം ഇപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണ്. ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ ട്രക്ക് ഡ്രൈവർമാർക്ക് നേരെ വർദ്ധിച്ചു വരുന്ന വംശീയ അധിക്ഷേപങ്ങളാണ് ഇതിൽ പ്രധാനം. പലരും ഇന്ത്യൻ ട്രക്ക് ഡ്രൈവർമാരെ കൊല്ലുമെന്നോ ദാരുണമായ പല കാര്യങ്ങൾ ചെയ്യുമെന്നോ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗം പേരും ഓസ്ട്രേലിയൻ പൗരത്വം നേടിയവരാണ്. ഇവരുടെ ദുരവസ്ഥ ABC ന്യൂസ് പുറത്തുവിട്ട ഒരു ഡോക്യുമെൻ്ററിയിൽ പങ്കുവെക്കുന്നുണ്ട്. ട്രക്കുകൾ ഓട്ടം നിർത്തിയാൽ രാജ്യം തന്നെ നിശ്ചലമാകുന്ന അവസ്ഥയാണ് ഓസ്ട്രേലിയയിലുള്ളത്. എന്നാൽ ഈ വ്യവസായത്തെ താങ്ങി നിർത്തുന്ന കുടിയേറ്റക്കാരായ ഡ്രൈവർമാർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ്. പ്രാദേശിക അന്തർ സംസ്ഥാന ഹൈവേകളിൽ അവർ നിരന്തരം വേട്ടയാടപ്പെടുന്നുണ്ട്. തങ്ങൾ കഠിനാധ്വാനം ചെയ്യുമ്പോഴും വംശീയ അധിക്ഷേപങ്ങളും ചൂഷണങ്ങളും തങ്ങൾക്ക് നേരിടേണ്ടി വരുന്നുവെന്ന് ABC ന്യൂസിനോട് സംസാരിച്ച എല്ലാ ഇന്ത്യൻ വംശജരായ ട്രക്ക് ഡ്രൈവർമാരും വെളിപ്പെടുത്തുന്നു. മെൽബണിനും അഡ്ലീഡിനും ഇടയിൽ ട്രക്ക് ഓടിക്കുന്ന ഇന്ത്യൻ ഡ്രൈവറായ പിപ്പൽ സിംഗ് എന്ന വ്യക്തി തൻ്റെ അനുഭവങ്ങൾ ഡോക്യുമെൻ്ററിയിൽ പങ്കുവെക്കുന്നുണ്ട്. ട്രക്കുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന 2-way CB റേഡിയോയിലൂടെ നിരന്തരം എത്തുന്ന വധഭീഷണികൾ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടു. ഇവിടെ ഒരു ആഭ്യന്തര യുദ്ധം വരാൻ പോവുകയാണ്. ഞങ്ങൾ ആ ഇന്ത്യൻ പുരുഷന്മാരെയെല്ലാം കൊന്നൊടുക്കും, കുട്ടികളെ മുക്കിക്കൊല്ലും, സ്ത്രീകളെ മുഴുവൻ വിൽക്കും. വൃത്തികെട്ട ഇന്ത്യക്കാരെ, നിങ്ങൾക്ക് ഒരു വെള്ളക്കാരന് മുന്നിൽ നട്ടല് നിവർത്തി നിൽക്കാൻ കഴിയില്ല എന്ന് ഒരു ഓസ്ട്രേലിയൻ പുരുഷൻ ആക്രോശിക്കുന്നത് റേഡിയോ സന്ദേശങ്ങളിൽ വ്യക്തമാണ്. ചത്ത ഇന്ത്യക്കാരനാണ് നല്ല ഇന്ത്യക്കാരൻ എന്ന മറ്റൊരു സംഭാഷണത്തിൽ പറയുന്നതും കേൾക്കാം. വംശീയ അധിക്ഷേപം കടുത്തതോടെ പല ഇന്ത്യൻ ഡ്രൈവർമാരും ഇപ്പോൾ റേഡിയോ ഉപയോഗിക്കുന്നത് തന്നെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. ഹൈവേകളിലെ സുരക്ഷാ വിവരങ്ങൾ അറിയാനുള്ള ഏക മാർഗ്ഗമാണ് ഇതോടെ അവർക്ക് നഷ്ടപ്പെടുന്നത്. ഇതിനു പുറമെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും ഇന്ത്യൻ ഡ്രൈവർമാരെ പരിഹസിക്കുന്ന, വംശീയമായി അധിക്ഷേപിക്കുന്ന മീമുകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഓസ്ട്രേലിയയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന കുടിയേറ്റ വിഭാഗവും ഇന്ത്യക്കാരാണ്. നിലവിൽ രാജ്യത്തെ ചരക്ക് ഗതാഗത മേഖലയിലെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നതും ഇന്ത്യക്കാരാണ്. മുതിർന്ന ഡ്രൈവർമാർ വിരമിക്കുകയും ഓസ്ട്രേലിയൻ യുവാക്കൾ ഈ രംഗത്തേക്ക് വരാൻ മടിക്കുകയും ചെയ്തതോടെ 2024 മാത്രം ഓസ്ട്രേലിയയിൽ 28,000 ഹെവി വെഹിക്കിൾ ഡ്രൈവർമാരുടെ കുറവുണ്ടായെന്നാണ് അന്താരാഷ്ട്ര റോഡ് ട്രാൻസ്പോർട്ട് യൂണിയന്റെ കണക്ക്. ഇന്ത്യയിൽ നിന്നുള്ള സിഖ്, പഞ്ചാബി കുടിയേറ്റക്കാരാണ് ഈ കുറവ് നികത്താൻ മുന്നോട്ട് വന്നത്. CB റേഡിയോകളുടെ പരിധി താരതമ്യേന കുറവായതിനാൽ പരമാവധി 30 കിലോമീറ്റർ വരെ. ഇത്തരം സംഭാഷണങ്ങൾ വളരെ പെട്ടെന്ന് അവസാനിക്കുന്നവയാണ്. വംശീയ അധിക്ഷേപങ്ങൾ നടത്തുന്നവരിൽ ഭൂരിഭാഗം പേരും തങ്ങളുടെ വ്യക്തിത്വം വെളിപ്പെടുത്താത്തതിനാൽ അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ഏറെ ബുദ്ധിമുട്ടാണ്. ഓസ്ട്രേലിയയിലെ വിദേശ വംശജരായ ട്രക്ക് ഡ്രൈവർമാർ നേരിടുന്ന വംശീയതയുടെ വ്യാപ്തിയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ലെന്ന് മൊനാഷ് യൂണിവേഴ്സിറ്റിയിലെ വർക്ക് പ്ലേസ് ഹെൽത്ത്, സേഫ്റ്റി ആൻഡ് വെൽബീയിങ് പ്രൊഫസറായ സാറ ആൻഡേഴ്സൺ ABC ന്യൂസിനോട് പറഞ്ഞു. എന്നാൽ UK, US, യൂറോപ്പ് എന്നിവിടങ്ങളിൽ ഈ പ്രശ്നം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. ഓസ്ട്രേലിയൻ നിയമപ്രകാരം വംശീയ അധിക്ഷേപം കുറ്റകരമാണെങ്കിലും ഭൂരിഭാഗം കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോവുകയാണ്. അധിക്ഷേപിക്കുന്നവരെ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടും അധികാരികളിലുള്ള അവിശ്വാസവുമാണ് ഇതിന് പ്രധാന കാരണം. അതേസമയം ട്രക്ക് വ്യവസായ മേഖലയിലെ വംശീയ അധിക്ഷേപത്തെക്കുറിച്ച് തങ്ങൾക്ക് അറിവുണ്ടെന്ന് ഓസ്ട്രേലിയൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും പ്രതികരിച്ചിട്ടുണ്ട്. 2023 ജൂലൈ മുതൽ ലഭിച്ച 12 പരാതികളിൽ 2 ഇന്ത്യക്കാരുടേതായിരുന്നു. എങ്കിലും ഭൂരിഭാഗം ഡ്രൈവർമാരും പരാതിയുമായി മുന്നോട്ട് വരാൻ മടിക്കുന്നത് ഈ മേഖലയിലെ ഭയത്തിൻ്റെ അന്തരീക്ഷം എത്രത്തോളം വലുതാണെന്നും തെളിയിക്കുന്നു. ഈ ഒരു സന്ദർഭത്തിലാണ് ഓസ്ട്രേലിയൻ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി താമസിച്ച അതീവ സുരക്ഷാ മേഖലയായ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വൻ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവത്തെ കൂടി നോക്കിക്കാണേണ്ടുന്നത്. അന്താരാഷ്ട്ര തലത്തിലും സുരക്ഷാവൃത്തങ്ങളിലും വലിയ ഞെട്ടലുണ്ടാക്കിയ ഈ സംഭവത്തിലും ഓസ്ട്രേലിയയിൽ ഇന്ത്യക്കാർ വേണ്ടെന്നും കുടിയേറ്റം പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്നും അലറി വിളിച്ചുകൊണ്ടായിരുന്നു ആ പ്രതിഷേധക്കാരനും പാഞ്ഞെടുത്തത്.